ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന നരവേട്ടയ്ക്കു പിന്നാലെ ആരംഭിച്ച ബഹിഷ്കരണ ക്യാമ്പയിനിൽ അടിതെറ്റി ഭീമന്മാർ. അമേരിക്കൻ ഫുഡ് ശൃംഖലയായ KFCയുടെ 108 ഔട്ട്ലെറ്റുകൾ മലേഷ്യയിൽ അടച്ചുപൂട്ടി. മലേഷ്യയിൽ 600 ഔട്ട്ലെറ്റുകളാണുള്ളത്. മലേഷ്യയിലെ കെലന്തൻ സംസ്ഥാനത്തുള്ള ഔട്ട്ലെറ്റുകളാണ് ഏറെയും അടച്ചുപൂട്ടിയത്. ബഹിഷ്കരണത്തെ തുടർന്ന് കച്ചവടത്തിൽ വൻതോതിൽ ഇടിവാണുണ്ടായത്. വരുമാനത്തിലും വൻതോതിൽ കുറവുണ്ടായതിന് പിന്നാലെയാണ് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരായതെന്ന് അധികൃതർ വിശദീകരിച്ചു. അടച്ചുപൂട്ടിയ ഔട്ട്ലെറ്റുകളിലെ ജീവനക്കാരെ തുറന്നു പ്രവർത്തിക്കുന്ന മറ്റ് ഔട്ട്ലെറ്റുകളിലേക്ക് നിയമിച്ചതായി കമ്പനി അധികൃതർ വ്യക്തമാക്കി. ഗസയിൽ ഇസ്രായേൽ തുടരുന്ന കൂട്ടക്കുരുതിയെ അമേരിക്ക പിന്തുണച്ചതിന് പിന്നാലെ KFC അടക്കമുള്ള ആഗോള ഫുഡ് ശൃംഖലകൾക്ക് വൻതോതിൽ ബഹിഷ്കരണം നേരിടേണ്ടി വന്നിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ വൻ തിരിച്ചടിയാണ് കുത്തക ഭീമന്മാർ നേരിടുന്നത്. ഇസ്രായേൽ സേനയ്ക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നുണ്ടെന്ന് പ്രഖ്യാപിച്ച മാക്ഡൊണാൾഡ്സിനെതിരെയും വൻതോതിൽ ബഹിഷ്കരണ ക്യാമ്പയിൻ നടന്നിരുന്നു. ഇതിന് പിന്നാലെ കമ്പനിക്ക് മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെ പല വിപണികളിലും വൻതോതിൽ നഷ്ടമുണ്ടായെന്ന് മാക്ഡൊണാൾഡ്സിന്റെ CEO ക്രിസ് ചെംപിൻസ്കി ജനുവരിയിൽ വെളിപ്പെടുത്തിയിരുന്നു. സ്റ്റാർബക്സിനെതിരെയും വലിയ തോതിൽ ബഹിഷ്കരണം നടന്നിരുന്നു. കൂടാതെ കൊക്കക്കോള, പെപ്സി, ബർഗർ കിങ്, ആമസോൺ, ഡൊമിനോ പിസ തുടങ്ങിയ കമ്പനികൾ ഇത്തരത്തിൽ വമ്പൻ തിരിച്ചടി നേരിട്ട കമ്പനികളാണ്. ബഹിഷ്കരണം ഈ കമ്പനികൾക്ക് കനത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം. Waytonikah.com, the exclusive Muslim matrimonial site.